ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ്യൂസ് കിച്ചൺ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് മുന്നേ ഞാനൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. കാര്യം അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോൾ വീട്ടിൽ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്താലും ഈ ഒരു രീതിക്ക് നമുക്ക് ട്രൈ ചെയ്ത് എടുക്കാനായിട്ട് തോന്നത്തുള്ളൂ. അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെന്ന് എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 100 ഗ്രാം ട്യൂണ ഫിഷാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്ലീനിങ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 3-4 പീസ് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴിവത് നമ്മൾ ഇതേപോലെ ചതച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞമ്മിക്കല്ലില്ലേ നാട്ടിലെ, അതിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഒരിക്കലും നമ്മൾ അങ്ങനെ മിക്സിയിൽ അരച്ചെടുത്ത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മൾ ഇതേപോലെ ചതച്ച് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതിപ്പോൾ എന്തിനായാലും ശരി തന്നെയാണ്. നമ്മൾ ചിക്കൻ കറിക്കായാലും ശരിയാണ്, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യുന്ന ഏതൊരു റെസിപ്പിക്കായാലും നമ്മളത് ചതച്ച് ആഡ് ചെയ്യുന്നതായിരിക്കും അതിന് കുറച്ചും കൂടി ടേസ്റ്റേ. ഇനി ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് സവാളയാണ്. അപ്പോൾ സവാള ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു അര പോർഷനാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. അത്രയും ഫുള്ള് വേണ്ട, നമ്മളതിൽ വാങ്ങി കുറച്ച് ഫിഷേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി സവാള എടുക്കുന്നോളെ. ഇതിന് മുന്നേ ഞാൻ വേറൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. രണ്ട് രീതിയിലുള്ള റെസിപ്പീസാണ്. അപ്പോൾ സവാള ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കുഞ്ഞുള്ളി ആഡ് ചെയ്യണമെന്നുള്ളത് കുഞ്ഞുള്ളി ആഡ് ചെയ്യാം കേട്ടോ. സവാളയെക്കാട്ടിയും കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണ് ആഡ് ചെയ്തേണ്ടത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക, അപ്പം മനസ്സിലാവും. ഉള്ളി ഞാനപ്പോൾ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി ഞാനപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, അത് ഞാൻ ഈ ഫിഷ് കഴുകി വെച്ചിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പുളിയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച്, അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട്. അപ്പോൾ നമുക്ക് പുളി ഇപ്പോൾ ആഡ് ചെയ്യുന്ന ഏതൊരു റെസിപ്പിക്കായാലും നന്നായിട്ട് തന്നെ പൾപ്പ് നമുക്ക് എടുക്കാൻ പറ്റും കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇത് ലേശം ഞാൻ വെള്ളം ആഡ് ചെയ്ത് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ പുളിപ്പ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിൽ നിന്ന് ലേശം പൾപ്പും അതിൻ്റെ ആ വെള്ളം മാത്രം നിങ്ങൾ കുറച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ പുളിപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴായാലും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴായാലും കാശ്മീരി പൗഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചില്ലി പൗഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നല്ല നിറമൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളകും കൂടെ ആഡ് ചെയ്യുവാണ്. അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സാധാ മുളക് പൊടി, ഇപ്പോൾ വറുത്ത മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നവരാണെങ്കിൽ എരിവിനനുസരിച്ച് ആഡ് ചെയ്തോളാണ്. ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ലേശം എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരം അതിൽ നിന്നുള്ള ആ മുളക് പൊടി അതൊന്നും അങ്ങ് സ്പ്രെഡായി പോകത്തില്ല, നല്ലോണം ഫിഷിൽ തന്നെ പിടിച്ച് നന്നായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരമണിക്കൂറോളം, മാക്സിമം അരമണിക്കൂർ ഒന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് ഫിഷിൽ പിടിച്ച് വരും. ഫിഷ് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞായിരുന്നേ. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫിഷ് ഫ്രൈ ആയിടാം. നമ്മൾ ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമേ
ഫ്രൈ ചെയ്യാനായിട്ട് ഇടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫിഷ് നമുക്ക് ഫുള്ളായിട്ട് അത് ആ പാനിൽ നിന്ന് ഇളവി വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ഓയിൽ ചൂടായതിന് ശേഷം ഇതേപോലെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ കറിവേപ്പിലയും സവാളയും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫ്രൈ ചെയ്യുന്ന സമയത്തൊരു പ്രത്യേക മണമാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കോരി മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നത് ആ രീതിക്ക് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിലർ ഒരുപാട് നന്നായിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം ഇഷ്ടമുള്ളവരുണ്ടാവും. ചിലർക്ക് അത്രത്തോളം മൂക്കണ്ട, ഒരു മീഡിയം ലെവലിൽ നിന്നാൽ മതിയാവും ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലായാലും നിങ്ങൾ ഇതേപോലെ ചെയ്തെടുത്തോണ്ടാൽ മതി. ടേസ്റ്റിലൊന്നും ഡിഫറൻസ് വരത്തില്ല കേട്ടോ. നിങ്ങളപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ഇനി വീട്ടിൽ ഫിഷ് വാങ്ങുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് ആഡ് ചെയ്തേക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.